നമ്മൾ നവോത്ഥാനത്തിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ. പക്ഷേ വർത്തമാന സാഹചര്യം മറ്റൊന്നാണ്. സമൂഹം മുന്നോട്ടാണ് പോകേണ്ടത് എന്ന കാഴ്ചപ്പാടിൽ പലയിടങ്ങളിൽ ഉയർന്നു വന്ന പല ചിന്തകളെ കുറച്ചുകൂടി സമചിത്തതയോടെ കണ്ട ഒരു സമൂഹമോ കാഴ്ചപ്പാടോ നമുക്ക് ഇന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. ഞാനതിൽ ആശങ്കാകുലയുമാണ്. അങ്ങ് എന്താണ് വിചാരിക്കുന്നത്? ഈ വിഷയത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു മനസാന്നിധ്യം മലയാളിക്കുണ്ടോ ഇന്ന്? ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യങ്ങൾ ഒരു പൊതുമൂല്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കേവലം ഷർട്ടിൻ്റെ മാത്രം ഒരു പ്രശ്നമായി ചുരുക്കാൻ പാടില്ല എന്നൊരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ഷർട്ടും എല്ലാം അതിൻ്റെ ആ ചർച്ചയുടെ തുടർച്ചയിലാണ് ഇതെല്ലാം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സനാതനധർമ്മത്തിൻ്റെ ചർച്ച വരുമ്പോൾ നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവസ്ഥയിൽ എവിടെയാണ് സാഹോദര്യം എന്ന് പറയുന്ന ഒരു സംഗതി, ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവസ്ഥയിൽ എവിടെയാണ് സമത്വം ഉള്ളത് എന്നുള്ളൊരു കാര്യവും നമ്മൾ എങ്ങും ചർച്ച ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ഒരു അപകടകരമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂല്യവസ്ഥയ്ക്കെതിരായിട്ട് സനാതനധർമ്മ മൂല്യങ്ങളെ ഒരു പൊതുമൂല്യമാക്കി പൊതുവ്യവസ്ഥയാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ പോയിന്റ് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആചാരങ്ങൾ പരിഷ്കരിച്ചല്ലേ നവോത്ഥാന കേരളം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത്. ഏത് ആചാരങ്ങൾ പരിഷ്കരിക്കാതാണ് നമ്മളിവിടെ വരെ എത്തിയത്? സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ അരിവിപ്പുറത്ത് 1888 ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് അതുവരെ നിലനിന്ന ആചാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടല്ലേ. കാരണം അതുവരെ ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ ചെയ്യാവുന്ന ഒരാചാരം ഉണ്ടായിടത്ത് നിന്നുമാണ് ആ ആചാരത്തെ ലംഘിച്ചുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ ഒരു മഹാപ്രതിഷ്ഠ നടത്തിയത്. അതുവരെ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലായിരുന്നല്ലോ. മഹാത്മാ അയ്യങ്കാളി അതുവരെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു ആചാരം നിലനിന്നിരുന്നു. ആ ആചാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടല്ലേ മഹാത്മാ അയ്യങ്കാളി റോഡിലൂടെ നടന്നത്. പാർവതി നെന്മേനി മംഗലവും മറ്റും ഘോഷയെ ബഹിഷ്കരിച്ചുകൊണ്ടല്ലേ ബ്രാഹ്മണാചാരത്തിൻ്റെ ഘോഷ സമ്പ്രദായത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നതല്ലേ. സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്നു. അതുവരെ എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറയാം? കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരുമിച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇവിടെ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ തന്നെ തന്ത്രിമാരാണ് തീരുമാനിക്കേണ്ടത്, പുറത്തു നിന്നാരും തീരുമാനിക്കാൻ പാടില്ല എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ടുണ്ടല്ലോ കേരളീയ പൊതുമനസാക്ഷിയുടെ മുകളിൽ ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. എല്ലാം തന്ത്രി തീരുമാനിക്കണം എന്ന് പറയുന്നത്. എനിക്ക് 2-3 പോയിന്റുകൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. തന്ത്രിയാണോ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത്? നോക്കൂ, കേരളത്തിലെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രി ദേവൻ്റെ പിതാവാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്ത്രി തീരുമാനിക്കുന്നതാണ് പരമമായ വേദാന്ത വാക്യം എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നോക്കൂ, കേരളത്തിൽ രചിക്കപ്പെട്ട പ്രയോഗമഞ്ജരി, ശേഷസമുച്ചയം, തന്ത്രസമുച്ചയം, കുഴിക്കാട്ടുപച്ച, ഏതാണ്ട് 200-ലധികം തന്ത്രഗ്രന്ഥങ്ങൾ കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തന്ത്രഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യനായ തന്ത്രി ദേവൻ്റെ പിതാവാണെന്ന് ഒരു തന്ത്രഗ്രന്ഥത്തിലും പറയുന്നില്ല. 2, തന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? തന്ത്രിയെ നിയമിക്കുന്നത് ക്ഷേത്രാധികാരികളാണ്. ആ ക്ഷേത്രാധികാരികൾക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് തന്ത്രിയെ മാറ്റാൻ അധികാരമുണ്ട്. അത് സംഭവിച്ചിട്ടുമുണ്ട്. അതിനൊരു ഉദാഹരണമുണ്ട്. മതിലകം രേഖയിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരികൾ അന്നത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയായ തരണനെല്ലൂരിനെ മാറ്റിയത് സംബന്ധിച്ച പരാമർശം തരണനെല്ലൂർ രേഖയിൽ നമുക്ക് കാണാൻ പറ്റും. തന്ത്രിയെ മാറ്റിയതാണിത് കാണാൻ. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കർണാടകത്തിലെ നൊളമ്പാവാടിയിലുള്ള കോലാരമ്മ ഭഗവതി ക്ഷേത്രം. ഈ കോലാരമ്മ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയെ നിയമിക്കുന്നതും തന്ത്രിയെ നിയമിക്കുന്നതും ഒക്കെ തന്നെ അവിടുത്തെ രാജാവാണ് എന്ന് രാജേന്ദ്ര ചോളൻ്റെ 10ാം ഭരണവർഷത്തിലുള്ള കോലാരമ്മ ശിലാശാസനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുറത്തുള്ള ആരും തീരുമാനിക്കാൻ പാടില്ല, തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് വരുന്നത്. അപ്പോൾ എന്താ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് സംബന്ധിച്ച് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ലേ? അപ്പോൾ ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി പറയുന്നൊരു അഭിപ്രായത്തെ എന്തുകൊണ്ടാണ് മാനിക്കാത്തതിന് കാരണം? ആ മാനിക്കാത്തതിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. തന്ത്രി തീരുമാനിക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ബ്രാഹ്മണർ കുറേ പേര് കൂടി ചേർന്ന് തീരുമാനിക്കും, അതങ്ങ് അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്നൊരു നയം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മലയാളിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ്, തന്ത്രിമാർ
മാത്രം തീരുമാനിച്ചല്ല കേരളം ഉണ്ടായത്. തന്ത്രിമാര് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം ഉണ്ടാകുമായിരുന്നില്ല. നോക്കൂ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നപ്പോൾ ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെതിരായി യുദ്ധകാഹളം മുഴക്കിയവരാണ് ഈ നമ്പൂതിരി ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ. അത് സംബന്ധിച്ച രേഖ നമുക്ക് ഇരിങ്ങാലക്കുടയിൽ കാണാം. തന്നെയല്ല, തവനൂർ ഭട്ടതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തവനാർ നമ്പൂതിരിപ്പാട് അതിനകത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഘോരം എതിർക്കുക ചെയ്യുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ, അദ്ദേഹം ക്ഷേത്രപ്രവേശന കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ കമ്മിറ്റിയിൽ അംഗമായിരുന്ന പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഈഴവർക്കും ദളിതർക്കും ഒന്നും തന്നെ ക്ഷേത്രപ്രവേശനത്തിന് അർഹതയില്ലെന്ന് ഭഗവത്ഗീതയും മനുസ്മൃതിയും ശാങ്കരസ്മൃതിയും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്ന് 1932 ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് സാക്ഷാൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയാണ്. അപ്പം ഇവരാരും, ഈ പറയുന്ന തന്ത്രിമാരാരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടായതല്ല കേരളം എന്ന് പറയുന്നത്. തന്നെയല്ല, സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നില്ലല്ലോ ഈ ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ. അപ്പോൾ വിശ്വാസികളല്ലാത്തവരൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട, ഞങ്ങൾ കുറച്ച് വിശ്വാസികൾ മാത്രം കൂടി ചേർന്നിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ആരാണ് വിശ്വാസികൾ? ഇവർ നിരന്തരം പറയുന്നൊരു കാര്യമാണല്ലോ ആചാര്യസഭയിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന്. പത്താം നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ശൈവ സിദ്ധാന്ത ഗ്രന്ഥം, ശൈവാഗമ ഗ്രന്ഥമായ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ത്രിലോചന ശിവാചാര്യരുടെ ശൈവാഗമ ഗ്രന്ഥത്തിൽ ആചാര്യസഭ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ത്രിലോചന ശിവാചാര്യൻ്റെ പ്രായശ്ചിത്ത സമുച്ചയത്തിൽ പറയുന്നത് ആചാര്യസഭ ബ്രാഹ്മണർ മാത്രമുള്ള ഒന്നായിരിക്കണം, അതിൽ ശൂദ്രയോ മറ്റ് അയിത്തജാതിക്കാരെയോ അംഗമാക്കാൻ പാടില്ല എന്ന ആചാര്യസഭയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. തന്നെയല്ല, നോക്കൂ, നമ്മൾ ആചാരങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വീണ്ടും എത്തുക, ആചാരങ്ങൾ പരിഷ്കരിച്ചല്ലേ നമ്മളവിടെ എത്തിയത്. കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? നാരായണ ഗുരുവല്ലേ പറഞ്ഞത് കരിയും കരിമരുന്നും വേണ്ട എന്ന്. അതുവരെ നിലനിന്ന സന്യാസ പാരമ്പര്യത്തിൻ്റെ യാഥാസ്ഥിതികമായ ആചാരങ്ങൾക്ക് മാറ്റം വരുത്തിയതാരാ? നാരായണ ഗുരുവല്ലേ. സാക്ഷാൽ ആനന്ദതീർത്ഥ സ്വാമികൾക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തുകൊണ്ട് സന്യാസം കൊടുത്ത ആളല്ലേ നാരായണ ഗുരു. മിസ്റ്റർ കർക്കിന് ടൈയും കോട്ടും കൊടുത്തുകൊണ്ടല്ലേ നാരായണ ഗുരുസ്വാമികൾ സന്യാസം നിർവഹിച്ചത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ നിലനിന്ന സന്യാസ പാരമ്പര്യ വ്യവഹാരങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു. ഇങ്ങനെ നോക്കിയാൽ നാരായണ ഏറ്റവും വലിയ ആചാര ലംഘകനാണ്. സനാതനം അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അദ്ദേഹത്തിന് സന്യാസം കൊടുത്തിരുന്നോ, സന്യാസി ആവാനുള്ള അവകാശം കൊടുത്തിരുന്നോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത്.